വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഭരണഘടനാ വിരുദ്ധമായ നിലവിലെ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്ന ബില്ലിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യമുയർത്തിയായിരുന്നു തുറന്ന കത്ത്. മുനമ്പത്തെ ദുരിതം വഖഫ് ആക്ട് മൂലമല്ലെന്ന മുരട്ടുവാദം വേണ്ടെന്നും മുനമ്പം ജനത. രേഷ്മ ബാബു തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. രേഷ്മ, കഴിഞ്ഞ 2 ദിവസമായി മുനമ്പം ജനത കോൺഗ്രസ്സുകാരോട് ഇടഞ്ഞു തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവിനോടും അവരുടെ സ്വന്തം എംപിയോടും അവർ ഉന്നയിക്കുന്ന ചോദ്യവും അതുതന്നെയാണ്. അതെ അനു, കാരണം നേരത്തെ ഈ കോൺഗ്രസ് എംഎൽഎമാർ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംഎൽഎമാരും അതോടൊപ്പം തന്നെ ഹൈബിയുടെ എംപിയും മുനമ്പം സന്ദർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തീരദേശ ജനതയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കാരണം ഈ വഖഫ് നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് ഈ മുനമ്പത്തെ പ്രശ്നം വഖഫ് ആക്ട് മൂലമല്ല, വഖഫ് നിയമം മൂലമല്ല എന്നുള്ളൊരു വാദഗതിയാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു ഘട്ടത്തിലും മുനമ്പത്തെ തീരദേശ ജനത അംഗീകരിച്ചിട്ടുമില്ല. അതുമാത്രവുമല്ല, ചില ചോദ്യങ്ങൾ നിലവിൽ ഒരു തുറന്ന കത്തിലൂടെ പ്രതിപക്ഷ നേതാവിനോട് ഈ മുനമ്പത്തെ സമരസമിതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ തീരദേശ ജനതയുടെ ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിലെ വിവിധ സെഷനുകളിൽ ഈ പറയുന്ന കോൺഗ്രസ് എംപിമാർ പിന്തുണയ്ക്കുമോ, അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അതുമാത്രമല്ല, പ്രതിപക്ഷ നേതാവ് നേരത്തെ വ്യക്തമാക്കിയത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വെറും 10 മിനിറ്റ് മാത്രം മതി എന്നുള്ളതാണ്. ഈ 10 മിനിറ്റ് മാത്രം മതിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വരാത്തത്? അതായത് പ്രതിപക്ഷം മുൻകൈ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതുമാത്രവുമല്ല, ഈ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് സാധിക്കാത്തത്? ഇത്തരം ചോദ്യങ്ങൾ കൂടി സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരാനായിട്ട് സർക്കാരിന് മേലെ ഒരു സമ്മർദ്ദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഈ തുറന്ന കത്തിലൂടെ പ്രതിപക്ഷ നേതാവിനോട് ഈ പറയുന്ന മുനമ്പത്തെ തീരദേശ ജനത ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യഘട്ടം മുതലേ മുനമ്പത്തെ തീരദേശ ജനതയുടെ സമരത്തിനോടൊരു വൈമുഖ്യം തന്നെയാണ് കോൺഗ്രസ് കാട്ടിയിട്ടുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് ഈ വോട്ടുകൾ പ്രീണിപ്പിച്ച് നേടുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തീരദേശ ജനതയെ കണ്ടുകൊണ്ട് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്താനായിട്ടുള്ള ഒരു രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോലും കടന്നത്. എന്തായാലും ഹൈബി ഈഡൻ എംപിക്ക് നേരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ മുനമ്പത്തെ തീരദേശ ജനത നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിച്ച ഹൈബി ഈഡൻ എന്തുകൊണ്ടാണ് മുനമ്പം വിഷയം പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാത്തതെന്നുള്ളൊരു ചോദ്യമാണ് മുനമ്പത്തെ യുവജനത ഉന്നയിക്കുന്നത്. പക്ഷെ അക്കാര്യത്തിൽ മറുപടി ഇന്നുവരെ നൽകാനായിട്ട് ഈ പറയുന്ന ഹൈബി ഈഡനോ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കാൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്തായാലും നിലവിൽ 52 ദിവസമൊക്കെ പിന്നിടുകയാണ് മുനമ്പത്തെ തീരദേശ ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരെ നടത്തുന്ന റിലേ നിരാഹാര സമരം. ആ നിരാഹാര സമരവുമായിട്ട് മുനമ്പം സമരസമിതി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ തന്നെ ജുഡീഷ്യൽ കമ്മീഷനുമായിട്ട് സഹകരിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സമരം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഈ ഒരു നിശബ്ദതയെ അവർ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു കത്തെഴുതി അതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രസക്തവുമാണ് അവരുടെ ചോദ്യങ്ങളും ആവലാതികളും.